മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പക്ഷേ അഭിമാനിക്കാം എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്നെനിക്ക് തോന്നുന്നു. അതായത് ആദ്യമായിട്ട് ഈ പറയുന്ന ഇത്തരം ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഒരുപാട് ജനസമൂഹത്തെ ആകെപ്പാടെ സ്വാധീനിക്കുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടുകയും രേഖപ്പെടുത്തി വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് 207-ാമത്തെ പാരഗ്രാഫിൽ, അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 207-ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഇൻ ദ ബിഗിനിങ് ദ കമ്മിറ്റി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബിലീവ് all these allegations. But as the days passed by, we are fully convinced that such allegations are true and well founded. അതായത് ആദ്യ കേൾവിയിൽ കമ്മിറ്റിക്ക് ഇത് വിശ്വസിക്കാനേ ആയില്ല, പലതും കേൾക്കുമ്പോൾ. പക്ഷേ പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങൾ ഇവർ പറയുകയും അതിനുശേഷം അത് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ പറയുകയും പറഞ്ഞ കാര്യങ്ങൾ അവരുടേതായ വഴിയിലൂടെ അന്വേഷിച്ച് നോക്കുകയും മറ്റുള്ളവരുടെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ലാത്ത വിധം അത്രക്ക് ഭീകരമായ കാര്യങ്ങളാണ് എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇതിനകത്ത് ആകപ്പാട് പറയുന്നത്. അതായത് നമ്മുടെ താരാകാശമാകെ ഇരുണ്ട് നിഗൂഢത നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ഹേമ അവരുടെ റിപ്പോർട്ട് എഴുതി തുടങ്ങുന്നത്. അതിനകത്തെ താരങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലത്തെ മൂണിന് തെളിച്ചമല്ല ഉള്ളത്. നേരത്തെ അല്പം മുമ്പ് നമ്മൾ ലക്ഷ്മി തന്നെ കാണിച്ച ഈ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസ്താവനക്കകത്ത് അദ്ദേഹം പറയുന്നതാണ്. അതായത് വളരെ മനോഹരമായിട്ടുള്ളൊരു മണ്ഡലമായിട്ട് സിനിമാ മേഖല നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നൊരു മേഖലയായിട്ട് നമ്മൾ ഇപ്പോൾ ഇത് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോഴുണ്ട്. ന്യൂസ് മലയാളത്തിനാണ് ആദ്യം കിട്ടിയത് റിപ്പോർട്ട്. 5 മാധ്യമങ്ങൾക്കാണ് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചത് മലയാളത്തിലേത്. അതിലൊന്ന് ന്യൂസ് മലയാളമായിരുന്നു. ഇത് ആദ്യം ഈ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ ദൃശ്യങ്ങളും ആദ്യം ഇതിൻ്റെ വിവരങ്ങളും, ഈ പൂർണ്ണ വിവരങ്ങളും നൽകിയത് ന്യൂസ് മലയാളമാണ്. അതുകൊണ്ട് മുഴുവൻ സമഗ്രമായി തന്നെയും ഈ 200-ലേറെ പേജുകളുള്ള ഈ റിപ്പോർട്ടിൻ്റെ സമഗ്ര വിവരങ്ങളാകെ തന്നെ നമ്മുടെ സ്ക്രീനുകളിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പോകേണ്ടതില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ തോന്നുന്നത്, ഇപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി, കുറ്റകൃത്യം തുടർ പരമ്പര നമ്മുടെ മുന്നിൽ വെളിവായിരിക്കുന്നു. ഒരു സർക്കാർ നിയോഗിച്ച ഒരു ഔദ്യോഗിക കമ്മിറ്റി തന്നെയും ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ്. കുറ്റകൃത്യം അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യുകയും നിയമപരമായിട്ടുള്ള നടപടികളിലേക്കും കടക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മുടെ മുന്നിലേക്ക് വന്ന സ്ഥിതിക്ക് നിശ്ചയമായിട്ടും ഇതിനകത്ത് നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാർട്ട് ആര് എന്തൊക്കെ എവിടെ ചെയ്തു എന്നത്. ഒരു കുറ്റകൃത്യം എന്നത് ഒരു കുറ്റവാളി ചെയ്യുന്നതാണ്. ആ കുറ്റവാളിയെ മറച്ചു വെക്കുക എന്നത് നിയമവ്യവസ്ഥയുടെ, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ നിന്ന് നീതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മോട്ടീവാകാൻ പാടില്ല. അതായത് അതിനകത്തേക്ക് ഒരുപക്ഷെ നേരിടാൻ പോകുന്ന അടുത്ത ചോദ്യവും ഇതായിരിക്കും. ഇത്ര ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു, അവരുടെ പേരുകൾ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് മൊഴി കൊടുത്ത ആളുകളുടെ പേര് മറച്ചു വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ആവശ്യവുമായിരുന്നു അത്. പക്ഷേ കുറ്റവാളികളുടെ പേരുകൾ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ ആരൊക്കെ എന്നുള്ള ചോദ്യം നിരന്തരം ഇനി കേൾക്കേണ്ടി വരും. നിശ്ചയമായും അതായത് അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതായത് അതെങ്ങനെയാണ് അത് മറച്ചു? ഒരു കുറ്റകൃത്യം ചെയ്തു, 5 വർഷമായിട്ട് പേപ്പറിൽ ഇത് ഉറങ്ങുകയാണ്, കുറ്റവാളികൾ അവിടെയുണ്ട്, അവരുടെ മേഖലയിൽ സ്വതന്ത്രമായിട്ട് വിഹരിക്കുകയാണ്. ഇത്ര വലിയ അതിക്രമം അവരുടെ പവർ ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് ചെയ്ത ആളുകൾ ഈ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ വീണ്ടും തുടരുകയില്ലേ? ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾ പ്രവേശിക്കുമ്പോൾ തന്നെയും ലൈംഗിക പീഡനം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നു എന്ന് പറയുമ്പോൾ അത് തുടരുകയല്ലേ ചെയ്യുക എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. കാരണം ഇതിൽ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടപടികളിലേക്ക് പോകണമെന്നും കുറ്റവാളികളെ പിടികൂടണമെന്നും അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെയുള്ള നിലപാടുണ്ടാവില്ല. കാരണം നമുക്കിപ്പോൾ കണ്ടതാണല്ലോ, രഞ്ജിനി അടക്കമുള്ളവരുടെ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ, അവരുടെ സ്വകാര്യത നിലനിർത്തണം, ആ നിലയ്ക്ക് വേണം കാര്യങ്ങൾ പുറത്തു പറയാൻ. അവർ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ട ഒരു കമ്മിറ്റി എന്ന നിലയ്ക്കാണ് പലരും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് നടപടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകുമല്ലോ. അങ്ങനെ ആരുമില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളുകൾ ആ ആളുകൾക്ക് നേരെ ഉപദ്രവം നേരിട്ട ആളുകൾ ആരൊക്കെയാണോ അവരാരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ, ഉപദ്രവിച്ചവരാരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെയുള്ള നടപടിയിലേക്ക് തീർച്ചയായും പോകേണ്ടതാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമോ അത് സംബന്ധിച്ചുള്ള വ്യക്തത സർക്കാർ വരുത്തേണ്ടതുണ്ട്. സർക്കാർ അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സജി ചെറിയാൻ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ കാര്യം അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരം. കൃത്യമായി ഇതിൽ ഇനി ഇതേതായാലും റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിൽ നമുക്ക് സമാനതകളില്ലാത്ത ചൂഷണവും ഭീകരമായ മാഫിയ ഭരണവും മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഏതായാലും തർക്കം ഇനി ആർക്കും ഇല്ലല്ലോ. മുമ്പേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ നിലയ്ക്കാണ് മലയാള സിനിമയിൽ കാര്യങ്ങൾ നടക്കുന്നത്. കാസ്റ്റിംഗ്
അപ്രോച്ച് നിലവിലുണ്ട്. ഇത് പലതരത്തിൽ ഈ മീറ്റു ആരോപണം പലതരത്തിൽ വന്നവരാണ്. നമ്മളിപ്പോൾ ഇതിനോട് പ്രതികരിക്കാൻ നിൽക്കുന്ന പലരും പോലും മീറ്റു ആരോപണം പല ഘട്ടങ്ങളിലായി നേരിട്ടവരാണ്. മലയാള സിനിമയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നവർ പോലും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ നടപടി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാർ ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടത്. ഒന്നാമതായി. രണ്ടാമത്, ഇതിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം മാത്രമല്ല, ഇത് ഈ കമ്മിറ്റി യഥാർത്ഥത്തിൽ ആ ഒരു പ്രശ്നം, ഒരു നടി ബലാത്സംഗത്തിന് ഇരയാകുന്നതിൻ്റെ തുടർച്ചയിലാണ് WCC രൂപം കൊള്ളുന്നത്. അവരുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നത്. പക്ഷേ എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ ഇവർ പഠിച്ചിട്ടുണ്ട്. അത് ബാക്കി വായിച്ചു വരുമ്പോഴാണ് എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഒരു മാഫിയ ഈ സിനിമാ മേഖലയിലെ മറ്റുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ മനസ്സിലാക്കും. അവിടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോട്, അതുപോലെ ഹെയർ സ്റ്റൈലിസ്റ്റുകളോട്, ആ ലൈറ്റ് ബോയ്കളോട്, ഇവരോടൊക്കെ ലൈറ്റ് ബോയ് എവിടെയെങ്കിലും നിന്ന് മാറി നിന്നൊരു സിഗരറ്റ് വലിക്കുന്നത് നടന്റെ കണ്ണിൽപ്പെട്ടാൽ അയാളെ അപ്പോൾ സിനിമയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു കരാറുമില്ല ഈ താഴെത്തട്ടിലുള്ള തൊഴിലാളികളുമായി. ഏറ്റവും ഭീകരമായ ഒരു കാര്യം, തലേ ദിവസം രാത്രി ഒരു നടിയെ ഉപദ്രവിക്കുന്നു. ഒരു നടൻ നായക നടൻ തലേ ദിവസം രാത്രി ഉപദ്രവിക്കുകയാണ്. പിറ്റേ ദിവസം ആ നായക നടന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരികയാണ്. 17 റീടേക്കിലേക്ക് പോകേണ്ടി വരുന്നു ആ ഒരു രംഗത്തിന് വേണ്ടി. സംവിധായകൻ ഈ സ്ത്രീയെ, ഈ നടിയെ വല്ലാതെ ഹരാസ് ചെയ്യുന്നു. ഇതെല്ലാം 17 ഷോട്ടാണ് ഒരു റീടേക്ക് എടുക്കേണ്ടി വരികയാണ്. ഈ തലേ ദിവസം രാത്രി ഉപദ്രവിച്ച നായക നടനൊപ്പം ഈ നടിക്ക് 17 ഷോട്ടുകൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരികയാണ് ഈ റീടേക്കിന്. അപ്പം ഈ സംവിധായകൻ വയലന്റ് ആവുന്നു, ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ സ്ത്രീ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കും. ഇത് ആ സ്ത്രീ മാത്രമല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മൊഴി കൊടുക്കാൻ നടന്മാർ ഭയപ്പെട്ടു എന്നുള്ളതാണ്. നടന്മാർക്ക് വല്ലാത്ത ഭീതിയായിരുന്നു, ഈ നടിമാരെക്കാൾ കൂടുതൽ ഭീതിയായിരുന്നു നടന്മാർക്ക് എന്നുള്ളതാണ്. ഉദാഹരണ സഹിതം പറയുന്നുണ്ട്, ചില നടന്മാർ ചില ഘട്ടത്തിലൊക്കെ നടിമാരെ പിന്തുണയ്ക്കുകയും ഈ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തവർ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. എന്നാൽ സിനിമയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു സീരിയൽ നടനായി ബാക്കി കാലം കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ച് സീരിയലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സിനിമാക്കാരൻ തന്നെ നയിക്കുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് സീരിയൽ നടന്മാർ, അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്, നടന്മാർ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അവിടെ നിന്നും അയാൾ പുറത്താക്കപ്പെടുന്നു. ഇതാണ് മലയാള സിനിമയിലെ അവസ്ഥ എന്നുള്ളതാണ്. മാഫിയ ഭരണം എന്നുള്ളത് വളരെ സൂക്ഷ്മമായി കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നടപടി എന്തുണ്ടാവും എന്നുള്ളത് സർക്കാർ ഇങ്ങനെ വെറുതെ പരത്തി പറയുകയല്ല വേണ്ടത്. എനിക്ക് അരക്ഷിതാവസ്ഥയുടെ ആഴം എത്രയെന്ന് പറഞ്ഞാൽ, ഒരു നടി പറഞ്ഞിരിക്കുകയാണ്, വാതില് തല്ലി ഇപ്പോൾ പൊളിക്കുമോ എന്ന് തോന്നിപ്പോയി. വേറൊരു ആള് പറഞ്ഞിരിക്കുന്ന, ഒരാൾ രാത്രിയിൽ ഹോട്ടൽ മുറിയിലേക്ക് കയറി വന്ന് ഇവർ നിലവിളിച്ച് പുറത്തേക്ക് ഓടി. ഇത് പരാതി കൊടുത്തിട്ട് പോലും, പോലീസിൽ പരാതി കൊടുത്ത്, എന്നിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. ഈ സംഭവത്തിൽ പരാതി നൽകിയാൽ അത് സിനിമയെ ബാധിക്കുമെന്നാണ് മൊത്തത്തിൽ അതിന്റെ അണിയറ പ്രവർത്തകർ ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരാൾ അവരുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ അരക്ഷിതാവസ്ഥയുടെ ആഴമാണ് ഈ ഓരോ മൊഴികളിലും മനസ്സിലാകുന്നത്. അതിനകത്ത് ലക്ഷ്മി, എനിക്ക് തോന്നുന്നു നേരത്തെ അല്പം മുമ്പ് ഷൈൻ ടോം ചാക്കോ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലായിടത്തും ഉണ്ടല്ലോ എന്നാണ്. നിങ്ങളുടെ മാധ്യമ മേഖലയിലെ മറ്റു മേഖലകളിലെ എല്ലായിടത്തും ആളുകൾ, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊരു വസ്തുതയല്ലേ എന്ന് ചോദിച്ചു. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സമാനതകളില്ലാത്ത അധികാരമാണ് ഈ സിനിമയിലെ ആളുകൾ കൈവശം വെക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടുകാർ മുഴുവൻ ചോദ്യം ചെയ്യും. അത് അവർക്ക് പിന്നീട് തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കണം. അവിടെ വോട്ട് കൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഏത് മേഖലയിലും നിങ്ങൾ ചോദ്യം ചെയ്യലിന് ഒരു മേലധികാരിയുണ്ട്. ചോദ്യം ചെയ്യലിന് അതിനപ്പുറത്തേക്കുള്ള ആളല്ല. പക്ഷേ സിനിമയിലെ ആളുകൾ, പ്രത്യേകിച്ചും താരങ്ങൾ, അപരിമിതമായിട്ടുള്ള അധികാരം കൈവശം വെക്കുന്ന ആളുകളാണ്. കാരണം അവരെ വളരെ ആരാധനയോടാണ് ആളുകൾ കാണുന്നത്. അവരാണ് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത്. അവർക്ക് ഈ കലാകാരന്മാർ എന്ന നിലക്ക് മറ്റുള്ളവരുടെ മനുഷ്യരുടെ മനസ്സുകളുടെ ഒരു സ്ഥാനമുണ്ട്. ഒരുപാട് താരങ്ങൾ, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ആളുകളുടെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും. അതുകൊണ്ട് സമാനതകളില്ലാത്ത അധികാരമുള്ള ഈ ആളുകൾ, ഈ അധികാരം രാത്രിയാകുമ്പോൾ എന്താ ചെയ്യുന്നത്? റൂമുകൾക്ക് പോയിട്ട് തല്ലിപ്പൊളിക്കുക, സ്വന്തം ലൈംഗികാവയവത്തിൻ്റെ പടം എടുത്ത് അയച്ചു കൊടുക്കുക, സമാനതകളില്ലാത്ത കാര്യങ്ങളിലേക്ക് വരെ നിർബന്ധിക്കുകയാണ്. ഒരു പെൺകുട്ടി, സിനിമാ മേഖല കൊള്ളാവുന്നൊരു മേഖലയാണ്. അതിനകത്ത് കഴിവ് തെളിയിക്കുന്ന ആളുകൾക്ക് നല്ല ഭാവി കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കുട്ടികൾക്ക് അവിടേക്ക് പോയി ജോലി ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു പെൺകുട്ടി അവിടേക്ക് ചെന്നാൽ തുടക്കത്തിൽ തന്നെ അവരോട് ലൈംഗിക ആവശ്യം ഉന്നയിക്കുകയാണെന്നാണ് ഹേമ കമ്മിറ്റി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും നാൾ നമ്മൾ പറയുമ്പോൾ ഇത് ഊഹാപോഹങ്ങളല്ലേ, കഥകളല്ലേ. ഇത് ജസ്റ്റിസ് ഹേമയെ പോലെ വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിൽ ഉള്ള ഒരാൾ, ശാരദയെ പോലെ സിനിമാ മേഖലയുടെ തുടക്കകാലം മുതൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാൾ, അങ്ങനെ 3 പേർ ചേർന്നിട്ട്, വത്സലകുമാരി അടക്കമുള്ള 3 പേർ ചേർന്നിട്ട് ആളുകളുടെ മൊഴികൾ കേട്ട് ആദ്യം അവിശ്വസനീയമായിട്ടും പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ സത്യമാണല്ലോ എന്ന് കണ്ടും
വ്യക്തമായ തെളിവുകളോടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. വ്യക്തമായ തെളിവുകൾ എന്ന് നമ്മൾ പ്രത്യേകമായിട്ടും പറയണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ പറയുന്നതല്ല. നമ്മളോട് പറയാത്ത ഒരു പാർട്ടി റിപ്പോർട്ടിനുണ്ട്, നാട്ടുകാരോട് പറയാത്തൊരു പാർട്ടി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് തെളിവും ആളുകളുടെ പേരും മൊഴി നൽകിയ ആളുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ കൂട്ടമായിട്ടൊരു മേഖലയിൽ കുറ്റകൃത്യം നടപ്പാക്കാൻ അധികാരമുള്ള പുരുഷന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള കഥയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആർജവം കാണിക്കേണ്ടത് ഇതിനകത്ത് ഉടനടി നിയമ നടപടികളിലേക്ക് പോവുക, അതിന് അടുത്ത പാർട്ടെടുക്കുക, തുറക്കുക, ആർക്കെതിരെ ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുക, ആ നടപടികളിലേക്ക് പോവുക, ലീഗൽ സംഗതികൾക്ക് ഇതിനെ വിധേയമാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി ഞാൻ ലക്ഷ്യത്തോട് ചേർത്ത് പറയാം. അതായത് 2012 നിർഭയ സംഭവം ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ഒരു വാഹനത്തിനകത്ത് വെച്ചിട്ട് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് 2012 2012 ആ സംഭവത്തോടെയാണ്, ഏതാണ്ട് ആ കാലത്താണ് നമുക്കറിയാം രാജ്യത്തും ലോകത്തും ആകെ സോഷ്യൽ മീഡിയ ശക്തിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കിയ സമാനതകളില്ലാത്ത പ്രതിഷേധം ചെറിയ പെൺകുട്ടികളെ അടക്കം തെരുവിലേക്ക് ഇറക്കി, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പറ്റിയിട്ടും വലിയ ബോധവാന്മാരാവുകയും അത് തുറന്നു പറയാനും തുടങ്ങി 2012 ഈ നിർഭയ സംഭവത്തിന് ശേഷം. 2015 നമ്മുടെ നാട്ടിൽ 2017 ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത്, നടി ആക്രമിക്കപ്പെടുന്നത്. അതോടുകൂടിയിട്ട് മീറ്റു ആരോപണങ്ങൾ ലോകമാകെ ഈ പറയുന്ന നിർഭയ സംഭവത്തിന് ഏതാണ്ട് അതോടൊപ്പം ചേർത്ത് മീറ്റു ആരോപണങ്ങൾ വന്നു. ഒരു ഹിസ്റ്റോറിക്കലായുള്ള സംഗതിക്ക് ഒടുവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡെസ്കിലുള്ളപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. നമ്മൾ ആദ്യം എല്ലാ മാധ്യമങ്ങളും ആ നടിയുടെ പേര് കൊടുത്തിരുന്നു, പിന്നീട് ഒരിക്കലും പക്ഷേ അത് വന്നില്ല അന്ന്. അപ്പോൾ ആ വാർത്ത വന്ന ഉടനെ അതിനോടുണ്ടായിരിക്കുന്ന ജനപ്രതികരണമാണ്. പിന്നീട് ദിലീപിനെ പോലെ അസാധ്യമായിട്ടുള്ള പവർ ഉണ്ടായിരുന്ന ഒരാൾ നിയമത്തിന് വഴങ്ങേണ്ടി വരികയും ജയിലിനകത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൊതുസമൂഹ മനസാക്ഷി, ഒരു മനോഭാവം ഉണർന്നു വന്നതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ വരവിലേക്ക് നയിച്ചത്. പിന്നീട് പക്ഷേ നമുക്ക് ലോകവ്യാപകമായി തന്നെ കാണാവുന്നൊരു സംഗതി, മീറ്റു അതിൻ്റെ പവർ പതുക്കെ താഴേക്ക് പോകുന്നു. പുരുഷന്മാർ അതിൻ്റെ ഈ സ്ഫോടക ശേഷിയെ പതുക്കെ ചെറുതാക്കി കളയുന്ന ഒരു സംഗതി ലോകവ്യാപകമായി തന്നെയും വന്നു. പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ സംഗതികൾക്കടുത്തൂടെ കടന്നുപോയപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരികയില്ല എന്ന് തോന്നലാണ് നമുക്കുണ്ടായത്. ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ടത് മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ കാരണമായത്. 5 മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ നേർക്കുനേർ ചെന്ന് കണ്ടിട്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടാണ്. നമ്മളൊന്ന് ന്യൂസ് മലയാളം അതിനകത്തൊരു കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് കണ്ടിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. നമ്മുടെ കൂടെ മാധ്യമപ്രവർത്തകരുടെ പൂഴ്ത്തിവെക്കുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരണം എന്ന ആവശ്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിൻ്റെയോ പെൺകുട്ടികളുടെയോ മാത്രം ആവശ്യമല്ല, മനുഷ്യത്വം എല്ലാ തൊഴിൽ മേഖലകളിലും വേണം എന്നാവശ്യപ്പെടുന്ന ആണും പെണ്ണുമായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. അതിലാണ് ഇപ്പോൾ ഇനി സർക്കാരിന് മുന്നിലേക്ക്, സർക്കാരിൻ്റെ കളത്തിലാണ് ആ പന്തുള്ളത്. അവർ ഉടനടി നടപടി എടുക്കേണ്ടതാണ്. ഈ ശക്തമായ ഇടപെടൽ വേണം, ഇനി ഇതിൽ തുടർ നടപടികൾ വേണമെന്നാവശ്യം നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾക്ക് ഒരുപക്ഷെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യം കാണില്ലായിരിക്കും. പക്ഷേ മറ്റൊരു കൂട്ടം നിയമ നടപടി ആഗ്രഹിക്കുന്നുണ്ടാകും. ആ നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോകും എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത്ര ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഇത്ര ഗൗരവമുള്ള ഒരു റിപ്പോർട്ടിന് മുകളിലാണല്ലോ സർക്കാർ അടയിരുന്നത് എന്നുകൂടി ആ ഒരു വിമർശനം കൂടി കേൾക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഇത്രയും ദീർഘിപ്പിച്ചു കൊണ്ടുപോയപ്പോൾ തന്നെ സ്വാഭാവികമായും ഇതിൽ മൊഴി നൽകാൻ ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടെ കടന്നെത്തിയ ഒത്തിരി ആളുകളുണ്ടാവും. ഈ നടികൾ മാത്രമല്ല, നടന്മാരും ഈ സൈഡ് ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേർ ഇതിലൊക്കെ ഒരു നടപടി ഉണ്ടാകും, ഒരു തിരുത്തൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ആ ഘട്ടത്തിൽ വന്നവർ കാണും. ഇതിങ്ങനെ വർഷങ്ങളോളം ഹനുമാന്റെ വാല് പോലെ നീളുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇനിയിപ്പോൾ അതിൽ ആളുകൾ തന്നെ തടുക്കും. ഇനി എപ്പോഴാണ് ഇതിലൊരു നടപടി ഉണ്ടാവുക? ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ സ്വാഭാവികമായും നമ്മൾ പല സിനിമാ മേഖലയിൽ പലരുമായി സംസാരിക്കാറുണ്ടല്ലോ. അവരിൽ പലരും അന്ന് പങ്കുവച്ച രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. നടപടി ഉണ്ടായാൽ മതി, അതിനപ്പുറത്തൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ആളുകൾ. വേറൊരു കാര്യമുണ്ട് ഹർഷൻ, ഇവരൊക്കെ മൊഴി കൊടുക്കാൻ പോയി എന്ന് പുറത്തുള്ളവർ അറിയുകയും ചെയ്തു, എന്നാൽ റിപ്പോർട്ടിട്ട് പുറത്തു വന്നത്. തീർച്ചയായും അതൊരു ഗുരുതരമായ സാഹചര്യമാണ്. കാരണം അതിനുശേഷം അത് റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം ഒരു ദീർഘമായ കാലയളവ് കൊണ്ടാണ് റിപ്പോർട്ട് തന്നെ പൂർത്തിയാവുന്നത്. ആ കാലയളവിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ജസ്റ്റിസ് ഹേമ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പം WCC അതങ്ങനെ തന്നെ പറയണമല്ലോ. WCC എന്ന സംഘടന രൂപീകരിക്കുന്നു. ഈ പ്രശ്നത്തിന്റെ നടി ആക്രമിക്കപ്പെടുന്നതിന്റെ പിന്നാലെ WCC ആ നടിക്ക് നീതി കേട്ടിക്കൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീകൾക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും ഒക്കെ നീതി നേടിക്കൊണ്ട് സർക്കാരിനെ സമീപിക്കുന്നു.
അതിൽ ആദ്യഘട്ടത്തിൽ ഈ WCCയുടെ സ്ഥാപക അംഗമായ ഒരു നടിയെക്കുറിച്ച് കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട്. ആ നടി മാത്രമാണ് ഈ കമ്മിറ്റിക്ക് മുൻപാകെ മലയാള സിനിമയിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഏക WCC അംഗം. അതാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. മലയാള സിനിമയിൽ പ്രശ്നമോ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് ഈ നടി, ഈ WCCയുടെ സ്ഥാപക അംഗമായ നടി കമ്മിറ്റിക്ക് മുന്നിൽ പറയുകയാണ്. പിന്നീട് കമ്മിറ്റി നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഴുവൻ WCC അംഗങ്ങളും പിന്നീട് അവസരമില്ലാതെ കഷ്ടപ്പെട്ടു. പക്ഷേ ഈ നടിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അങ്ങനെ അതായത് ഇതിൽ തന്നെ നമുക്കറിയാം അതിൽ ആ നടിക്കൊപ്പം നിന്ന എത്ര നടിമാർക്ക് ഇപ്പോൾ അവസരമുണ്ടെന്ന്. പാർവതിയുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ ഇപ്പോൾ തങ്കലാൻ വന്നപ്പോൾ താഴെ എത്ര ആളുകൾ എഴുതി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫാൻ ക്ലബ്ബുകളെ കൊണ്ട് എങ്ങനെയാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഉണ്ടാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതും റിപ്പോർട്ടിലുണ്ട്. കാരണം അതായത് ചില നടന്മാർ അവരുടെ എന്താണ് അവർക്കുള്ള മാർക്കറ്റ് വാല്യൂവിനെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നു. അതിന് ഫാൻ ക്ലബ്ബുകൾക്ക് വേണ്ടി പ്രത്യേകം പണം കൊടുക്കുന്നു. അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ രീതിയിൽ ഊതിപ്പെരുപ്പിച്ച ആ മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ മറ്റ് ഈ ആളുകളെ ചൂഷണത്തിന് വിധേയരാക്കുന്നത്. അല്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വലിയ ക്യാമ്പയിന് ഇവർക്ക് വിരുദ്ധമായ ഈ ഹെയ്റ്റ് ക്യാമ്പയിന് വിധേയമാക്കുന്നതും മറ്റു നടിമാരെ ഒക്കെ എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അതിപ്പോൾ നിങ്ങൾ മീറ്റുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. കാരണം ഈ മീറ്റുവിൻ്റെയും ഈ നിർഭയ കേസിൻ്റെയും ഒക്കെ തുടർച്ചയിൽ അതിൻ്റെയൊക്കെ ഇങ്ങനെ തുടർച്ചയായി ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മീറ്റു ഹോളിവുഡിൽ ആരംഭിക്കുന്നു, അതിൻ്റെ തുടർച്ചയായി അതിനുശേഷം ഇവിടെ നിർഭയയുടെ കേസ് വരുന്നു, പിന്നീട് നടി ആക്രമിക്കപ്പെടുന്നു. ഈ കേസുകളെല്ലാം വന്ന് അതിനുശേഷം ഒരു കുറഞ്ഞ കാലഘട്ടം എങ്കിലും കേരളത്തിലടക്കം ഈ സിനിമാ മേഖലയിൽ മീറ്റു ആരോപണങ്ങളൊക്കെ വന്നു. അതിൽ ചില അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ഒന്നോ രണ്ടോ ആരോപണങ്ങളുടെ പേര് പിടിച്ച് ഇപ്പോൾ സിനിമാ മേഖലയിലെ മുഴുവൻ പേരും ഇതെല്ലാം മീറ്റുകാരികളാണ്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വെച്ചിട്ട് ഇവർ മീറ്റുകാരിയാണ് എന്ന് മുദ്ര കുത്തുക. മീറ്റുകാരിയാണെന്ന് മുദ്ര കുത്തി സിനിമയിൽ നിന്നേ പുറത്താക്കുന്ന പണിയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുകയാണ്. ഞാനിത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. മീറ്റുകാരി എന്നുള്ളത് ഒരു ആരോപണമായി കേരളത്തിലെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുകയാണ്. അങ്ങനെ മീറ്റുകാരി എന്ന് വിളിച്ച് പുറത്താക്കുന്നു എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുകയാണ്. സനീഷ്, ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ ദിലീപിന് കിട്ടിയിരുന്ന ഒരു പിന്തുണ മുഖ്യധാര സിനിമാ പ്രവർത്തകരിൽ നിന്ന്, ചില മുഖ്യധാര മാധ്യമങ്ങളുടെ അടക്കം പിന്തുണ ദിലീപിന് കിട്ടിയത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു പക്ഷേ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്ര സംഘടിതമായ ഒരു കുറ്റകൃത്യം നടക്കുന്നിടത്താണ് ദിലീപിനെ പോലെ ഒരാൾക്കെതിരെ മാത്രം കേസെടുത്ത് അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇവരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ് കണ്ടത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. നിശ്ചയമായിട്ടും അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ചരിത്രപരമായുള്ള ഒരു കുറേ സംഭവങ്ങളുടെ അവസാനം ആയതുകൊണ്ടാണ് ദിലീപ് പിടിയിലായത്. എനിക്ക് ഇപ്പോൾ ഹേമ കമ്മിറ്റി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല, ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയുണ്ട്, പക്ഷേ പുറത്തു വന്ന സംഭവമാണ് എന്നാണ്. ദിലീപ് ചെയ്തതിനോളവും ഒരുപക്ഷെ അതേക്കാൾ കൂടുതലും വലിയ കുഴപ്പങ്ങൾ ചെയ്ത, അതിക്രമങ്ങൾ ചെയ്ത ആളുകൾ മലയാള സിനിമയുടെ ഉണ്ടാകും എന്നാണ്, ആണുങ്ങളായിട്ടുണ്ടാകുമെന്നാണ് ജസ്റ്റിസ് ഹേമ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. നേരത്തെ പല സംഗതികൾ വന്ന് ഈ പറയുന്നൊരു ഫീമെയിൽ സെൻസിറ്റിവിറ്റി സമൂഹത്തിലാകെ തന്നെയും ഉണ്ടായതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ദിലീപ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് പോയത്. സമാനതകളില്ലാത്ത അധികാര പ്രയോഗത്തിൻ്റെ കുറ്റകൃത്യമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ ദിലീപിന് സിനിമാക്കാർ വലിയ തോതിൽ പിന്തുണക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ സിനിമാക്കാർക്ക് അവരുടെ എല്ലാ അപരിമിതമായ അധികാരം ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കണം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദിലീപിൻ്റെ എല്ലാ പടങ്ങളും പൊളിഞ്ഞു പോവുക ചെയ്തത്. പടങ്ങൾ ചിലതൊക്കെ രക്ഷപ്പെട്ടു പോകാവുന്ന, അയാളുടെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ചില പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യർ അയാൾക്കൊപ്പം നിന്നില്ല, പടങ്ങളെല്ലാം പൊളിഞ്ഞു പോവുക ചെയ്തത്. ആക്രമിക്കപ്പെട്ട നടി നമ്മളെ എൻ്റെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള വിലക്ക് പൂർണ്ണ തോതിൽ വന്ന ഒരു കാര്യം ഈ നടിയുമായി ബന്ധപ്പെട്ടതാണ്. നടിയുടെ ഫോട്ടോ ഉപയോഗിക്കരുത്, ചിത്രം ഉപയോഗിക്കരുത്, പേര് പറയരുത് എന്നത് മാധ്യമങ്ങൾ കർശനമായിട്ട് പാലിച്ചു. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമില്ലാത്ത സാധാരണ മനുഷ്യരും അത് വളരെ കർക്കശമായി പാലിച്ചു. ആ പെൺകുട്ടിയുടെ, ആ നടിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് മലയാളി സമൂഹം തെളിയിച്ചു കൊടുത്തു. ഒരു തവണ പോലും അവരെ വേദനിപ്പിക്കാൻ ഒരു വർത്തമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായ ആളുകളെ എതിർക്കുന്ന നിലപാടാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ആളുകൾ എടുത്തത്. വലിയ തോതിൽ ആ പെൺകുട്ടിക്കൊപ്പം നിന്നു. ആ പെൺകുട്ടിക്ക് സിനിമകളുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേദന ഉണ്ടാകുന്ന കാലത്ത് ആ കുട്ടിക്കൊപ്പം നിൽക്കാൻ അവരുടെ സുഹൃത്തുക്കൾ മാത്രമല്ല ഒരുപാട് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അപ്പാടെ ആളുകൾ വരികയും ചെയ്തു. പക്ഷേ ഈ ആൺ ലോകം, മലയാള സിനിമയുടെ ആൺ ലോകം ദിലീപിന് പിന്തുണക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും
ഒരാൾ പോലും ദിലീപിനെ തള്ളിപ്പറയാൻ ശ്രമിച്ചില്ല. ദിലീപിനെ വലിയ തോതിൽ മാധ്യമങ്ങളോ നമ്മളോ എതിർക്കുന്ന പോലെയൊന്നും ദിലീപിനെ എതിർക്കാൻ അയാളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ആൺലോകത്തിൻ്റെ അധികാരികൾ നിന്നിട്ടേ ഇല്ല. പക്ഷേ എന്നിട്ടും അയാൾ സിനിമയിൽ പതുക്കെ അപ്രസക്തനാവുക ചെയ്ത്. അപ്പോൾ പൊതുസമൂഹം എന്ന നിലക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അധികാരികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്തുകൊണ്ട് ഇപ്പോൾ WCC എന്ന സംഘം വലിയ ഒരു പരിഹസിക്കുന്ന തോതിൽ, ഒരു പരിഹാസ്യമായ തോതിലാണ് മറ്റുള്ളവരതിനെ ഇപ്പോഴൊക്കെ വിശേഷിപ്പിക്കാറ്. WCC എന്ത് ചെയ്തു എന്ന്. WCCയുടെ പ്രസക്തി പൂർണ്ണമായിട്ട് വെളിവാക്കുന്ന സംഭവമാണിത്. മലയാളത്തിൻ്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയുടെയോ ലോകത്തിൻ്റെയോ മുന്നിൽ സിനിമ പോലെ പവർഫുള്ളായിട്ടുള്ള പണവും മറ്റധികാരവും ഇങ്ങനെ ഒഴുകുന്ന, പുഴ പോലെ ഒഴുകുന്നൊരു സ്ഥലത്ത് ഇതുപോലെ കുറ്റം കൃത്യമായിട്ട് പറയുന്നൊരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല, കമ്മിറ്റി ഉണ്ടായിട്ടില്ല. ഈ കമ്മിറ്റി എങ്ങനെ വന്നതാ? ഈ ഹീറോയിക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന, അനീതിക്കും മറ്റുമൊക്കെ ആഞ്ഞടിക്കുന്ന കഥാപാത്രങ്ങളെ ചെയ്യുന്ന, അതൊക്കെ അടിച്ച് തീർക്കുന്ന ഒരു താരവും വന്നിട്ടുണ്ടാക്കിയതല്ല. ഇത് ഈ പെൺകുട്ടികൾ, ഈ സ്ത്രീകൾ അവരുടെ സഹപ്രവർത്തകർക്കുണ്ടായിട്ടുള്ള അതിക്രമത്തിനെതിരെ എഴുന്നേറ്റ് വന്നിട്ട് സംഘടന ഉണ്ടാക്കിയതാണ്. ആ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് പരിമിതികളുണ്ട്. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കണം. ഈ റിപ്പോർട്ടിനെതിരെ നമ്മൾ സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടുണ്ടായി. മലയാള സിനിമയിൽ, ഈ നാട്ടിൽ നടക്കുന്ന സാധാരണ മനുഷ്യർക്ക് പോലും അറിയാം, മലയാള സിനിമയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, നടന്മാരൊക്കെ ബുദ്ധിമുട്ടിക്കുമെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും പറഞ്ഞു നടക്കും. പക്ഷേ അതിന് പൂർണ്ണമായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിവോടെ ഒരു ജസ്റ്റിസ് അധ്യക്ഷയായിട്ടുള്ളൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നെങ്ങനെ ഇപ്പോഴാണ്. അപ്പോൾ അത് WCCയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണയുണ്ട്. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഘട്ടമാണ്. നിശ്ചയമായിട്ടും ഇതിനെ ഇല്ലാതാക്കാനും ഡൗൺ പ്ലേ ചെയ്തിട്ട് ഇല്ലാതാക്കാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുക. ഇതെന്താണ്, ഇത് വെറുതെ പറയല്ലേ, ഒന്നുമില്ലല്ലോ ഇതിനകത്ത് എന്നാണ് എല്ലാവരും പറയുക. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സിനിമക്കകത്തുള്ള താരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ റിപ്പോർട്ട് അവിടെ നിലനിൽക്കും. നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിന് മെല്ലെ സ്കൂട്ട് ചെയ്ത് പോകാൻ ഒരു പക്ഷേ പറ്റിയേക്കും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ എന്നേക്കുമായിട്ട് ഈ മേഖലയിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് ആളുകൾ തെളിവോടെ പറഞ്ഞത്, ചിത്രങ്ങളും വാട്സാപ്പ് മെസ്സേജുകളും മറ്റും തെളിവായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് നടപടികൾ തുടങ്ങി കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, പരാതി പരിഹാര സെല്ലുകളൊക്കെ ഇതിനോടകം തന്നെ സിനിമയിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ കുഴപ്പമായി പറയുന്നത്, ഈ പരാതി പരിഹാര സെല്ലിന് മുന്നിൽ പരാതിയുമായി എത്തുന്നത്, അതൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആര് ചെന്നാലും ഒരു പരാതി ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവസരങ്ങളില്ല എന്ന് തന്നെയാണ്. അതായത് ജസ്റ്റിസ് ഹേമ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി പറഞ്ഞിരിക്കുന്നതും അതാണ്. ഒരു അപ്രഖ്യാപിത വിലക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. അത് ഈ പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കപ്പെടുമ്പോഴും അതിൻ്റെ പേരിൽ, അവിടെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ വിലക്ക് നേരിടുന്നുണ്ട്. ഇപ്പോഴും അത് വളരെ സജീവമാണ്. ഒരുപക്ഷെ അതിനൊക്കെയാണ് ഒരു നിർമ്മാർജ്ജനം വേണ്ടത് എന്ന് തോന്നുന്നു, അല്ലേ? ഇതിനകത്ത് പറയുന്നത് ഈ പറഞ്ഞ ഇത് താഴെ തട്ടിൽ, അതായത് നടന്മാരിൽ നിന്നുള്ള, താരങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അതിന് താഴേക്ക് ഒരു അധികാര ഘടന സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ. അതിൽ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. കാരണം ഏത് നടിയെ ഉൾപ്പെടുത്തണം, ഏത് നടിയെ ഒഴിവാക്കണം, ഏത് സഹനടനെ ഉൾപ്പെടുത്തണം, ആരെ ഒഴിവാക്കണം, അതിനെന്ത് കാരണം, എവിടെ അവതരിപ്പിക്കണം. ചിലപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിനിമയെക്കുറിച്ചൊരു സങ്കല്പം കാണും, അതിൽ അഭിനയിക്കേണ്ട ആളുകളെക്കുറിച്ച്, ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ കാണും, അതിൽ ടെക്നീഷ്യന്മാർ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളതിലൊരു ധാരണ കാണും. പക്ഷെ അതിനപ്പുറത്ത് താരങ്ങൾ അവരുടെ ചില താല്പര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുമ്പോൾ ഈ പല നടിമാരും പുറത്തു പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇതിലുള്ളത്. അതുതന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. മീറ്റുകാരി എന്നൊരാളെക്കുറിച്ച് അവതരിപ്പിച്ചാൽ, ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ ഒരു നടിയെ അവതരിപ്പിക്കുന്നു, ഒരു നടിയെ സംവിധായകൻ തിരഞ്ഞെടുക്കുന്നു, അത് മീറ്റുകാരിയാണ് എന്നുള്ള ഒരു ആരോപണം പ്രൊഡക്ഷൻ കൺട്രോളർ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ താരം അവതരിപ്പിക്കുന്നു, അവർ പുറത്താകുന്നു. അതായത് പരാതി ഉന്നയിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതിൽ നീരസം പ്രകടിപ്പിക്കുന്ന, ഇത്തരം പീഡന ശ്രമങ്ങളെ ചെറുക്കുന്ന ഒരാൾ പുറത്താണ്, മലയാള സിനിമയ്ക്ക് പുറത്താണ് എന്ന് ഉറപ്പിക്കുകയാണ് ഈ താരശരീരങ്ങൾ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മലയാള സിനിമയിൽ ഇത്തരം സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രതികരിക്കുന്ന കുറച്ച് സ്ത്രീകളെ വിളിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ വിളിച്ച് എന്താണ് പ്രതികരണം, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഇങ്ങനെയല്ലേ വേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ഒരു 3-4 പേർ, അവർക്ക്
അവർക്കുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പ്രതികരണങ്ങൾ വഴി സംഭവിക്കുന്നത് അതാണ്. അതല്ലാതെ നിങ്ങൾ സത്യസന്ധമായി ഈ പരാതികൾ വന്നതിന് ശേഷം ഒരു നടിക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്, അത് ഏത് മേഖലയിലുമാകട്ടെ, സിനിമയിൽ അവർക്ക് എത്ര അവസരം കിട്ടി, എത്ര സിനിമ കിട്ടി എന്നുള്ളത് സത്യസന്ധമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സ്ത്രീവിരുദ്ധമാണ് ഈ മേഖല എന്ന് മനസ്സിലാകുന്നത്. ലക്ഷ്മി, അതാണ് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ ജസ്റ്റിസ് സേവാ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്. അതായത് WCCയുടെ സ്ഥാപക അംഗങ്ങളായി വന്നിരിക്കുന്ന ആളുകൾക്കാർക്കും അവസരമില്ല. പക്ഷേ ഒറ്റ നടി മാത്രം ഇതിലൊരു കുഴപ്പവും ഇല്ല, മലയാള സിനിമയിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു, അവർക്ക് ധാരാളം അവസരം വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇതാണ് മലയാള സിനിമയിൽ നടക്കുന്നത്. മാത്രമല്ല അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വിട്ടുവീഴ്ച, ഒത്തുതീർപ്പ്. ഈ രണ്ട് വാക്കുകളാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ. അതായത് താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏറ്റവും അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, നടിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കായി പ്രൊഡക്ഷൻ കൺട്രോളർമാർ നിരന്തരം അവതരിപ്പിക്കുന്നത്, പറയുന്നത് എന്ന്. വിട്ടുവീഴ്ച എന്നാണ്, ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണം, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒന്നുകിൽ പീഡിപ്പിക്കപ്പെടും അല്ലെങ്കിൽ പുറത്താക്കപ്പെടും. ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നിരിക്കട്ടെ, പിന്നെ ഒത്തുതീർപ്പാണ് അവിടെ. ഇത്തരം ചില ഒത്തുതീർപ്പുകൾക്ക് വിധേയയായി തന്നെ പോകേണ്ടി വരും. അങ്ങനെ വിധേയരായവർ തന്നെ കൊടുക്കുന്ന മൊഴിയിലാണ് ഈ പറയുന്നത്. 17 തവണ ഒരൊറ്റ ദിവസം, അതായത് തലേ ദിവസം പീഡിപ്പിക്കപ്പെടുന്നു, പിറ്റേ ദിവസം അതേ നടനൊപ്പം അഭിനയിക്കേണ്ടി വരുന്നു. എന്തൊരു ദുരവസ്ഥയാണ്. അപ്പം ഇതാണ് മലയാള സിനിമയിലെ അവസ്ഥ. ഇതിൽ ഒരാൾക്കെങ്കിലും പരാതിപ്പെടാനുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും നടപടി വേണമെന്ന്, എനിക്കെതിരെ ഈ കൈ ഉയർത്തിയ ആൾ അകത്ത് കിടക്കണമെന്നൊരു താല്പര്യമുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും എന്ന് സർക്കാർ ഉറപ്പാക്കണം. അതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായി സർക്കാർ ചെയ്യും. ഈ അമ്മയെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനം, നേരത്തെ തന്നെ അത് പൊതുജന സമക്ഷം ഉണ്ടായിരുന്ന വിമർശനങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ പരാതി പരിഹാര സെല്ലൊക്കെ നിഷ്ക്രിയമാണ് എന്ന തരത്തിൽ ഗുരുതരമായ വിമർശനം തന്നെ അമ്മയ്ക്കെതിരെ ഈ കമ്മിറ്റി നിരത്തുന്നുണ്ട്. അത് ഇപ്പോൾ അമ്മ വളരെ സജീവമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, വളരെ പവർഫുള്ളാണ്, വളരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന സിനിമാക്കാരെല്ലാം ഉള്ളൊരു സംഘടനയാണ്. നമ്മളൊരു സംഘടനയെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുക പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ മേഖലയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ, അതൊരു പ്രശ്നമായിട്ട് പുറത്തേക്ക് വന്ന സംഭവമാണ് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം. അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായാൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് പോകണം. ആ പ്രശ്നമുണ്ട് എന്ന് ആദ്യം സമ്മതിക്കണം. ആ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഞങ്ങൾ ഈ നയിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ആണുങ്ങൾക്ക് ഈ കുഴപ്പമുണ്ട് എന്നത് അവർ തിരിച്ചറിയണം. എന്നിട്ട് ആ സംഘടന തന്നെയും കാലത്തിനനുസരിച്ചും ഇത്തരം ഒരു പൊളിറ്റിക്സിനനുസരിച്ചും അതിനെ മാറ്റിവെക്കണം. അതാണല്ലോ സംഭവിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അമ്മയിൽ AMMA എന്ന് നമ്മൾ പറയുന്ന ഈ സംഘടനക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടില്ല എന്നല്ലേ നമ്മൾ കാണുക. ഇപ്പോൾ തന്നെ നമ്മൾ ഈ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നാളെ, ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ദിവസമാണ് എന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് വന്ന് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറയും, വലിയ ചർച്ചയാകും, നാട്ടിലാകെ വലിയ ചർച്ച, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ചയാകും. പക്ഷേ ഇന്നത്തെ ദിവസം ഇന്ന് വിട്ടുകൊടുത്തതിന് ശേഷം നാളെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുന്നത്. നാളെ ഇത് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ആളും പേരുമില്ലാത്ത വെറുതെ ആക്ഷേപങ്ങൾ ഈ മേഖലയെ പറ്റി പറയുകയാണോ? ഈ കേരള സിനിമ, മലയാള സിനിമ ഉണ്ടായതിനു ശേഷം എത്രയെത്ര സ്ത്രീകൾ ഇതിൽ അഭിനയിച്ചു പോയി. PK റോസി എന്ന് തുടങ്ങുന്ന ഒരു സ്ത്രീയിൽ തന്നെ തുടങ്ങുന്നല്ലേ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം. എത്രയൊക്കെ ആളുകൾ സമൂഹത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് പോയി. അവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതാണോ, കുഴപ്പത്തിലായതാണോ? അപ്പോൾ ഒരു മേഖലയെ മൊത്തം നിങ്ങൾ മീഡിയക്കാർ എന്താണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ പ്രതികരണം എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അതാണ്. അപ്പോൾ അത് പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രതിരോധത്തിൻ്റെ പോയിന്റുകളെ ഉണ്ടാക്കുക, അത് സുഘടിതമായിട്ട് അവതരിപ്പിക്കുക എന്നാണ്. പ്രതിരോധത്തിൻ്റെ പോയിന്റ് അവരുടെ കൈവശം ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ അത് സുഘടിതമായിട്ട് അവതരിപ്പിക്കാനുള്ള സമയം എടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമ്മ ഇപ്പോൾ അവരുടെ സംഘടനക്കകത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ അമ്മയുടെ യോഗം കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ തൊട്ട് വളരെ മുതിർന്ന ബഹുമാന്യകളായിട്ടുള്ള സ്ത്രീകളടക്കം, അതുപോലെ തന്നെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൺ താരങ്ങൾ തൊട്ട് വളരെ മുതിർന്ന, നമുക്ക് ബഹുമാനവും സ്നേഹവുമുള്ള താരങ്ങളടക്കമുള്ള വലിയൊരു സംഘടനയാണത്. നമ്മുടെ ഒരു അഭിമാനമായിട്ടുള്ള സംഘടനയാണെന്ന് തന്നെ വെക്കുക. ആ സംഘടന പക്ഷേ ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ടിനെ കയറിയിട്ട് എതിർത്തിട്ട്, അല്ലെങ്കിൽ ഇത് ആകപ്പാടെ ബഹളമാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്ന് പരിഹരിക്കാൻ നോക്കുക വേണ്ടത്. ഇതിനെതിരെ കോടതി, സർക്കാർ ലീഗലി പോകാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട സഹായം അമ്മ എന്ന് പറയുന്ന സംഘടന കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവരെ കണ്ടുകൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മലയാള സിനിമയിൽ ഏത് മേഖലയിലും ആയിക്കോട്ടെ ആ പ്രശ്നം വിളിച്ചു പറയാൻ ചിലരെങ്കിലും ഉണ്ടാവണം. അപ്പോഴാണ് അതിലൊരു പരിഹാരം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആളുകളെങ്കിലും അറിയുക, ഒരു അനീതി നടക്കുന്നുണ്ടെന്നുള്ളത് നാട്ടുകാർ അറിയുക. ഇവിടെ നിങ്ങൾ നേരത്തെ സനീഷ് പറഞ്ഞ പോലെ WCC അതിൻ്റെ ചരിത്രപരമായ വലിയ പങ്ക് വഹിച്ചു. അതൊരു ദീർഘകാലം നിലനിൽക്കാനുള്ള ഒരു സംഘടനയൊന്നുമായി ഞാൻ കണക്കാക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച്
അഭിനേതാക്കളുടെ സംഘടനയൊക്കെ ആയതുകൊണ്ടും ഒരു കോസിന് വേണ്ടി വന്ന ഒരു സംഘടനയാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. അവരെന്താ ചെയ്തത്? അവരൊരു സംഘടന രൂപീകരിച്ചിട്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. സംഘടനയല്ല, അവർ ഒത്തുചേർന്നു, ഒരു കളക്റ്റീവ്, അവരൊരു ഒത്തുചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടവർ അവരുടെ അനുഭവങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് വന്ന അനുഭവങ്ങൾ കേട്ട് ഇവർ ഞെട്ടി. കാരണം അത്രമേൽ ഭീകരമായ അനുഭവങ്ങളാണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകൾ നേരിടുന്നതെന്നുള്ളത് ഇവർ മനസ്സിലാക്കുമ്പോൾ അതിന് ആ ഘട്ടത്തിലൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നിട്ട് ഒരു പരിഹാരം ഉണ്ടാവണം എന്നതുകൊണ്ടാണ് സർക്കാരിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. സർക്കാർ ആ വിഷയത്തിൽ ആ ഘട്ടത്തിൽ വളരെ ചടുലമായി തന്നെ നടപടി സ്വീകരിച്ചു. തീർച്ചയായും ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. പക്ഷേ 2019 ഈ ഇത് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം 5 വർഷം അതിന്മേലടയിരുന്നു. പിന്നെ നടപടി തീർച്ചയായും അത് മാത്രമല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ അമ്മയുമായി ബന്ധപ്പെട്ടാണ്. സംഘടന എന്ന നിലയ്ക്ക് ആ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഈ സ്ത്രീകൾക്കിടയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുമ്പോൾ ആ സംഘടന സ്വീകരിച്ച സമീപനം എന്താണ്? ആ സംഘടന സ്വീകരിച്ച സമീപനം ഈ WCC അംഗങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള സ്കിറ്റൊക്കെ ഉണ്ടാക്കി അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ആ ഘട്ടത്തിൽ ചെയ്തത്. നമ്മൾ ഓർത്താൽ മനസ്സിലാവും നിങ്ങൾക്ക്. ആ അമ്മയുമായി സഹകരിച്ച് നിൽക്കുന്ന നടിമാരെ എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഈ WCC അംഗങ്ങളെ പരിഹസിക്കുന്ന സ്കിറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതിൽ ഈ മഹാനടന്മാരൊക്കെ തന്നെ വന്ന് അഭിനയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെ ഇവർ കൈകാര്യം ചെയ്ത രീതി. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതകരമായ ഒന്നും, പ്രത്യേകിച്ച് ഈ വിവരങ്ങളൊന്നും സ്വകാര്യത സംരക്ഷിക്കണമെന്നുള്ള ഈ മൊഴി നൽകിയവരുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആ ആവശ്യത്തിൻ്റെ മറവിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ നടന്മാരും ഈ പറയുന്ന പല കേമന്മാരും. ആ രക്ഷപ്പെട്ടു നിൽക്കുന്നതിൻ്റെ ആ മറവിൽ നിന്നുകൊണ്ട് സനീഷ് പറഞ്ഞ പോലെ അടുത്ത 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ സിദ്ദിഖ് ആലോചിക്കുന്ന അടുത്ത 10 ദിവസം കൊണ്ട് ഇതിനെ ചെറുക്കാൻ വേണ്ട പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യും. അവർ പറയും ഇതിൽ ഈ പറഞ്ഞ ആരും പ്രത്യേകിച്ച് നേരിട്ടുള്ള ആരോപണങ്ങളൊന്നും നേരിടുന്നില്ല, ഇതിൽ പിന്നെ എന്ത് നടപടി സ്വീകരിക്കാനാണ് എന്നുള്ള വാദവുമായിട്ട് തന്നെ ഇവർ മുന്നോട്ട് വരും. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന് അമ്മയുടെ ഭാഗമായിട്ടുള്ള നടന്മാരുടെ തന്നെ പ്രതികരണങ്ങൾ കണ്ടു. ജയൻ അങ്ങനെയുള്ള ചില നടന്മാരൊക്കെ പ്രതികരിക്കുന്നത് ആർക്കെതിരെയും എന്തും പറയുന്ന ഒരു കാലമാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രതികരണം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അത്രയും ലാഘവ ബുദ്ധിയോടെ, അത്രയും സാമാന്യവൽക്കരിച്ചാണ് ഈ വിഷയത്തെ അവർ സമീപിച്ചിരിക്കുന്നത് തന്നെ. ആ നിലയ്ക്ക് തന്നെയായിരിക്കും തുടർന്ന് നടപടികൾ. അതായത് എനിക്ക് പിന്നെ മഹേഷ് അവിടെ ഉണ്ട്. മഹേഷിലേക്ക് പോകുന്നതിന് മുമ്പ് ലക്ഷ്മിയുള്ള ഈ ഇരിക്കുന്ന ആളുകളിൽ ഫീമെയിൽ ആയിട്ടുള്ള ആൾ, അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്താ തോന്നുക? അതായത് നമുക്കിപ്പം 10-20 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഈ സിനിമാ മേഖലയിലെ പെൺകുട്ടികളൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനൊരു അതിനിർണായകമായിട്ടൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിക്ക് എന്താ ഈ അനുഭവങ്ങളെല്ലാം വെച്ച് തോന്നുന്നത്? അല്ല, എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും പറയുന്നുണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും ചൂഷണമില്ലേ എന്നൊക്കെ. ശരിയാണ്, എല്ലായിടത്തും ഉണ്ട്. പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണം നടക്കുന്നുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്. അതിൻ്റെ ഒരു ലെയർ എല്ലാ തൊഴിൽ മേഖലയിലുമുണ്ട്. അത് ഞാൻ അതിനകത്ത് നിന്ന് മാധ്യമപ്രവർത്തനത്തെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. പക്ഷേ ഈ കേൾക്കുന്നത് ഇത്രയധികം അരക്ഷിതമായൊരു മേഖലയാണ് മറ്റൊരിടവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടോ ഇത്രയധികം ഒരു നിയമം കടന്നു ചെല്ലാത്ത, അല്ലെങ്കിൽ ഒരു പരാതി പോലും വിളിച്ച് പോലീസിൽ പറയാത്ത ഒരിടമായി മറ്റൊരു തൊഴിൽ മേഖലയും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതീ പറഞ്ഞതുപോലെ താരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന അവരിൽ അധിഷ്ഠിതമായ ഒരു യൂണിവേഴ്സാണത്. അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ലാത്തതുപോലെയാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. തീർത്തും അരക്ഷിതമായ ഒരു സാഹചര്യം തന്നെയാണ്. സിനിമാ മേഖലയിലൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യവും ഇതാണ്: നിങ്ങൾ ഒരു വിഷയത്തിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഔട്ടാകുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും ഇത് വളരെ സിനിമയൊക്കെ പോലെ ഉള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പോൾ ഇന്നയാളെ എനിക്ക് അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല, ഇന്നയാളുടെ അഭിനയം കൊള്ളില്ല, ഇന്നയാളുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് കൊള്ളില്ല, മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഒരു സംവിധായകനോ പ്രൊഡ്യൂസറോ ഒരു താരമോ തീരുമാനിച്ചാൽ അവരെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന അത്രയും അരക്ഷിതമായ ഒരു തൊഴിൽ മേഖലയായിട്ടാണ് എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അതിനെ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നത്. സനീഷ്, ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. സർക്കാർ ഇത് ഇത്രയും നാൾ കോൾഡ് സ്റ്റോറേജിൽ വച്ചതിന് ശേഷം പുറത്തേക്ക് വിടുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൽ അത്യന്തം ഗുരുതരമായ കണ്ടെത്തലുകൾ. ഇങ്ങനെയൊരു സാഹചര്യം മറ്റേതെങ്കിലും റിപ്പോർട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടായേനെ ഇതിലൊരു തുടർ നടപടി സ്വീകരിക്കാൻ. എന്തുകൊണ്ടോ ഇതിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലക്ക് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നിർബന്ധവും സമ്മർദ്ദവും ഒക്കെ വന്നേക്കാം 2 ദിവസത്തേക്ക്. പക്ഷേ അതിന് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഈ പറയുന്ന പ്രശ്നമുണ്ട്. അതായത് മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ട്, ജനപ്രതിനിധികളായിട്ടുണ്ട്, നമുക്കറിയാം. ആ ജനപ്രതിനിധികളല്ലാത്ത നടന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെയോ മറ്റേതെങ്കിലും മേഖലയിലുള്ള ആൾക്കാരെ നോക്കിയാൽ അവരെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരും ഉണ്ടാവും.
മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും എതിർക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവും. പക്ഷേ സിനിമാക്കാരെ എല്ലാവർക്കും പാടാം. ഇപ്പോൾ ഇവർ പവർ ഗ്രൂപ്പ് ഈ സമയത്ത് പോലും ദിലീപിന് ഫാൻസ് ഉണ്ട്. ഈ സമയത്ത് പോലും ദിലീപിന് ഫാൻസ് ഉണ്ട്. ദിലീപിന് സിനിമയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ WCCയുടെ ഭാഗമായിട്ടുള്ള നടിമാരുടെ കാര്യം പറയണ്ടല്ലോ. അവരെല്ലാം നടിമാർ എല്ലാം സിനിമയില്ലാതെ പല വഴിക്ക് പോയി അല്ല ബുദ്ധിമുട്ടിൽ നേരിടുന്ന പല ആളുകളുമുണ്ട്. ചില ആൾക്ക് സിനിമയുണ്ട്, നമ്മൾ സിനിമയില്ല എന്ന് പറയുന്നതാണ് അവരെ പരിഹസിക്കുന്ന തുല്യമാവുക. പലർക്കും തമിഴിലും തെലുങ്കിലും ഒക്കെ സിനിമകളുണ്ട്. അങ്ങനെ തീർത്തും അപ്രസക്തരായിട്ടുള്ള നടിമാരൊന്നും അല്ല അവർ. പക്ഷേ ദിലീപിന് വല്ലതും സംഭവിച്ചോ? ദിലീപ് സിനിമ അതും പൊട്ടി നിരന്തരമായിട്ട് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുന്ന പടങ്ങൾ ചെയ്യുന്ന ആളാണ് ദിലീപ്. പക്ഷേ നടക്കണം. അപ്പോൾ ആളുകൾക്ക് എതിർക്കുന്നതിന് പിന്നെ ചലച്ചിത്ര പ്രവർത്തകർ മുന്നോട്ട് വരുന്നു. അത് പറയുമ്പോഴും നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലാകെ തന്നെയും ഒരു നടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടത് ഈ സംഭവത്തിലാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദർശൻ, കന്നഡ നടൻ, അറസ്റ്റിലായി. പക്ഷേ ദർശൻ ഒരു കൊലപാതകം നടത്തിയാണ്, തെളിവുകളോടെ വന്ന് കൊലപാതകം നടത്തിയാണ്. അങ്ങനെ കൊലപാതകം പോലുള്ള വലിയ സംഭവങ്ങളിൽ തെളിവോടെ പിടിയിലാകുമ്പോൾ അല്ലാതെ ഈ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ അതും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് കേസെന്ന് ഓർക്കണം. അതുപോലെ പവർഫുള്ളായ ഒരാളെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ടുണ്ട് ഈ സർക്കാർ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീ ടു, നിർഭയ സംഭവം, നടി ആക്രമിക്കപ്പെട്ട സംഭവമൊക്കെ ആയിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് അവരവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്ഥലവും കൂടെ കിട്ടിയിട്ട്, അതായത് നിങ്ങൾ ആണുങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ അവിടെ വരണ്ടിട്ട് മിണ്ടാതെ പോകുന്ന പെൺകുട്ടികളല്ല, അത് അവരവരുടെ അഭിപ്രായങ്ങൾ തിരിച്ച് അഗ്രസീവായിട്ടുള്ള ഭാഷയിൽ പറയാൻ ആർജവവും അതിനുള്ള സ്പേസും ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. സനീഷ് നേരത്തെ ചോദിച്ചില്ലേ ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ എന്ത് തോന്നി? അതിനകത്ത് ചേർക്കാനുള്ളൊരു കാര്യം ഞാൻ അത് കേട്ടപ്പോൾ മുതൽ ആലോചിച്ച്, ഇങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വരി ഒരു കേസ് ഇവിടെ വേറെ എവിടെയെങ്കിലും ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ അത് ഏത് തരത്തിലൊക്കെ വാർത്തകളായനെ. ഒരു ന്യൂസ് റൂമിൽ സംഭവിച്ചു എന്ന് വരിക, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലല്ലേ സെക്രട്ടേറിയറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇങ്ങനെ ഒരു സിംഗിൾ കേസ് ഇതിനകത്തെ അത് എത്ര വലിയ ചർച്ചയാകുമല്ലേ? നിശ്ചയമായിട്ടും അതിനകത്ത് ക്രിമിനൽ അക്രമങ്ങളുടെ ഒരു പരമ്പര, ക്രിമിനൽ കേസുകളുടെ പ്രശ്നം അതാണ്. അതായത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഏത് മേഖലയിലും ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലീസിനെ പോയി കാണുകയും പരാതി കൊടുക്കുകയും ചെയ്യാം. ആ ജോലി അവർക്ക് തുടരാം, ആ പ്രൊഫഷനിൽ അവരുണ്ടാവും. സെക്രട്ടേറിയറ്റിനകത്ത് അവർക്ക് ജോലി നാളെയും ഉണ്ട്. ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. സിനിമയിൽ നിങ്ങൾക്ക് സിനിമ കിട്ടില്ല. എന്താണ് അതിന് കാരണം പറയുന്നത്? ഈ സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നേരത്തെ ലക്ഷ്മി പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ അഭിനയം പോരാ ഇതിന് എന്ന് പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പ്, ഇപ്പോൾ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ്, പുരുഷന്മാരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അഭിമതമല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകും. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഒരൊറ്റയാളെ ഓർക്കാതെ പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞു നിർഭയ കേസ് ഉണ്ടാകുന്നു, പിന്നീട് മീ ടു ആരോപണങ്ങളൊക്കെ മുമ്പ് വരുന്നു ഹോളിവുഡിലൊക്കെ. ഇതിനെല്ലാം ശേഷം കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് ഒരു നടി ആക്രമിക്കപ്പെടുമ്പോഴാണ്. ആ നടി സ്വീകരിച്ച ഒരു നിലപാട്, ഉറച്ച നിലപാട്, ഈ വിഷയത്തിൽ പരാതിപ്പെടാനും. കാരണം ഇതിലിപ്പോൾ പറയുമ്പോൾ അതിനേക്കാൾ ഭീകരമായ എന്തെല്ലാം സംഭവങ്ങൾ ഈ കമ്മിറ്റിക്ക് മുന്നിൽ തന്നെ വന്നു പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല, പരാതി ഉണ്ടായിട്ടില്ല ആ ഘട്ടത്തിൽ. പക്ഷേ ഇത്രയും പേർ പരാതി പറയാനും ഇത്രയും പേർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ ഒന്നുകൂടി ശുദ്ധീകരിക്കണം എന്നുള്ള തീരുമാനമെടുക്കാനും ഒക്കെ കാരണമായിട്ടുള്ളത് ആ ഒരൊറ്റ നടിയാണ്. അതുകൊണ്ട് ആ നടിയെ ഓർക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കൃത്യമായ സ്ഥലത്താണ് ഹർഷന നിർത്തിയെന്ന് തോന്നുന്നു. കാരണം അവരെയാണ് ഈ ഘട്ടത്തിൽ വളരെ നമ്മളൊരു സ്നേഹാദരവുകളോടെ നോക്കേണ്ടത്. തീർച്ചയായും.